ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ഇന്ന് നമ്മൾ ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫിലിം കൂലി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഏരീസ് പ്ലസിൽ കണ്ടു. ആൻഡ് സിനിമയുടെ റിവ്യൂവിന് മുമ്പ് ഈ മീം പണ്ടാറിറങ്ങി അജാദി 100% കറക്റ്റ്. ഉണ്ടാക്കിയത് അവനൊരു കുതിരപ്പവൻ കറക്റ്റ്. ആൻഡ് സിനിമ എന്താണ്, അതിന്റെ സ്റ്റാർ കാസ്റ്റ് എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വലിയ സ്റ്റാർ കാസ്റ്റ്, ടോപ്പ് ആക്ടേഴ്സ് ഒക്കെയാണ്. രജനീകാന്ത്, നാഗാർജുന, സൗബിൻ ഷാഹിർ, ഉപേന്ദ്ര, ആമിർ ഖാൻ, ശ്രുതി ഹാസൻ, അങ്ങനെ ഒട്ടനവധി ആക്ടേഴ്സ് ഉള്ള ഒരു സ്റ്റാർ സ്റ്റാർട്ടഡ് കാസ്റ്റ് ഉള്ള ഒരു ഫിലിമാണ് കൂലി. ആൻഡ് കൂലിയുടെ ഡയറക്ടർ ദ ബ്രാൻഡ് ലോകേഷ് കനകരാജ്, പുള്ളിക്കാരൻ തന്നെയാണ് ഇതിന്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ ആൻഡ് വൺ ഓഫ് ദ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് ചന്ദ്രു എന്ന ഒരാളാണ്. ലോകേഷിന്റെ ഒരു ഫ്രണ്ടായിട്ടും വരും. ആൻഡ് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ദ റോക്ക് സ്റ്റാർ അനിരുദ്ധ് രവിചന്ദർ. ആൻഡ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കലാനിധി മാരൻ അണ്ടർ സൺ പിക്ചേഴ്സ്. 350-400 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഒരു കൂലി, അതാണ് ഈ സിനിമ. അപ്പൊ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സിനിമയുടെ ആദ്യം തന്നെ വളരെ സ്ലോ പേസിൽ ലോകേഷ് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഹാഫ് ഒക്കെ വളരെ ഒരു ഇമോഷണൽ ഡ്രാമയായിരിക്കും. സെക്കൻഡ് ഹാഫിലേക്ക് എലവേറ്റ് ചെയ്തു പോകുന്ന ഒരു നല്ലൊരു സിനിമ ആയിരിക്കുമെന്നാണ്, പ്രേക്ഷകന്റെ പൈസ മുതലാക്കുന്ന ഒരു സിനിമ എന്നാണ് തന്നെയാണ് ലോകേഷ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഹാഫിലൊക്കെ വളരെ മൈൽഡായിട്ട്, വളരെ സ്ലോ പേസ്ഡ് ആയിട്ട്, വളരെ സ്റ്റോറി ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനിടയാവും. പക്ഷെ ലോകേഷ് പറഞ്ഞ ഒരു കാര്യങ്ങളിൽ എനിക്ക് ഒരു എതിർപ്പുള്ളത്, ലോകേഷ് പറഞ്ഞത് ഒരു ഇന്റർവെൽ സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീ സാധനമായിരിക്കും. ബട്ട് ഞാൻ കണ്ടതിൽ വെച്ച് ലോകേഷിലെ ഏറ്റവും വേസ്റ്റ്, അതായത് ഇപ്പൊ ലോകേഷ് ചെയ്ത ഇത്രയും പടത്തിലെ ഏറ്റവും റാങ്കിങ്ങിൽ ടോപ്പ് 10 വരുവാണെങ്കിൽ ആ 10ാം സ്ഥാനം കൊടുക്കേണ്ടതാണ് കൂലിയിലെ ഇന്റർവെല്. ആൻഡ് ഇന്റർവെൽ ഈസ് ഓക്കെ, ബട്ട് ലോകേഷ് പറഞ്ഞതനുസരിച്ച് ആ ഇന്റർവെല്ലൊന്നും ലോകേഷിന്റെ പഴയ പടങ്ങളെ തീർച്ചയായിട്ടും എന്താ പറയാ തോൽപ്പിച്ചിട്ടില്ല. സിനിമയുടെ പ്ലോട്ട് വരുമ്പോ സിനിമ ഒരു എന്താ പറയാ പഴയ കൂലി, അവരെ അവിടെ ഒരു ഹാർബറിലേക്ക് പഴയ ഒരു ആൾക്കാരുമായിട്ട്, പഴയ കഥ സത്യം പറഞ്ഞ ഒരു ബോംബ് കഥയാണ്. എന്താ പറയാ, ഒരു കൂലി തന്റെ കൂടെ ഉള്ള കൂലി ആൾക്കാരെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന എന്താ പറയാ വലിയ ആൾക്കാര് മുതലാളിമാരെ തിരിച്ചടിക്കുന്നു, അവർക്ക് വേണ്ടി പോരാടുന്നു. അങ്ങനെ ഒരു സ്റ്റാറായിട്ട് ലീഡറായിട്ട് നിൽക്കുന്നു, കൂലി യൂണിയൻ ലീഡർ. ഇതാണ് കോർ പ്ലോട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വാച്ചും കാര്യങ്ങളും, ഇതൊരു സയന്റിഫിക് പടമോ ടൈം ഒന്നുമല്ല, അതൊന്നും ഇതിലില്ല. അതൊക്കെ ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയോ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ പറഞ്ഞാണ് മാനിപ്പുലേറ്റ് നമ്മളെ ചെയ്തത് കേട്ടോ. ആൻഡ് സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയുടെ പല രീതിയിലും പല ഷോട്ടുകളും എനിക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. അത് നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. നിങ്ങൾക്ക് ഒരിക്കൽ പോയി വൺ ടൈം വാച്ചബിൾ ആയിട്ട് കാണാം, അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല കൂലിക്ക്. ആൻഡ് ഇത് ഒരു, ഞാൻ ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയുന്നു, ഒരു താരതമ്യേനയല്ല. ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ ഒരു സ്ഥാനത്ത് വിജയിനെ ആലോചിച്ച് നോക്കുക. വിജയാണ് ഈ സിനിമ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോ ഇതിന് വരുന്ന ഒരു റിവ്യൂ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇഷ്യൂസ് എത്രമാത്രം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് കണ്ടറിയാം. ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് പറയുന്നു, ലോകേഷിന് ഇത്രയും നെഗറ്റീവ് വരുന്ന ഒരു സിനിമ ഇനി നിങ്ങൾ കാണില്ല, ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല. കാരണം അത് ഞാൻ ടു ബി ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു, എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, സിനിമ നന്നായിട്ടുണ്ട്. ബട്ട് എല്ലാവരുടെ എക്സ്പെക്ടേഷനും ഫുൾഫില്ലോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ചെയ്ത് കാണാൻ സാധ്യതയില്ല. ഞാൻ മുമ്പേ പറഞ്ഞു, ഞാൻ 100% LCU കണക്ഷൻ ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്ത് പോയാണ്. അത് ആസ് എ മൂവി ലവർ എന്റെ തെറ്റ് തന്നെയാണ്. പുള്ളിക്കാരൻ അതും പറഞ്ഞു, സ്റ്റാൻഡ് അലോൺ സിനിമയാണ്, പിന്നെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ടെന്ന്. ബട്ട് ഞാൻ അതിനു മുമ്പും വേറൊരു കാര്യങ്ങൾ പറഞ്ഞു, ഇത് LCUലേക്ക് വന്നില്ലെങ്കിലും പ്രോപ്പറായിട്ട് എല്ലാവരും ഡിസപ്പോയിന്റ്മെന്റ് ആവുമെന്ന്. അത് തിയേറ്ററിലും കാണാൻ കഴിഞ്ഞു. ഞാൻ പലരെയും ശ്രദ്ധിച്ചു, പലരും സംസാരിച്ചു, ഇത് LCU കയറ്റാത്ത എന്താ, LCU വരാത്ത എന്താ, LCU അങ്ങനെ. ഞാൻ മുമ്പേ അത് നിങ്ങളെ പ്രൊഡിക്ട് ചെയ്തതാണ്. LCU സംഭവം ഇതിൽ വന്നില്ലെങ്കിലും ഈ സിനിമയ്ക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന്. അത് തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടും എന്നാണ് എന്റെ വിശ്വാസം. ആൻഡ്
ഈ സിനിമയില് എല്ലാവരുടെ പെർഫോമൻസ് പറയുന്നതിന് മുമ്പ് ഞാൻ എന്തിനാണ് ഈ സിനിമയുടെ പ്ലോട്ട് തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ, പെർഫോമൻസ് ആസ് യൂഷ്വൽ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാത്ത ഒരാൾ ശ്രുതി ഹാസനായിരുന്നു. ശ്രുതി ഹാസനാണ്, ഞാൻ നോക്കി ശ്രുതി ഹാസൻ ഈ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വോയിസ് ശ്രുതി ഹാസൻ അങ്ങനെ തന്നെയാണ്, അത് ഇനി മാറ്റാനൊന്നും പറ്റില്ല. ശ്രുതി ഹാസൻ നന്നായിട്ട് ഇമോഷണൽ സീൻസ് ഒക്കെ നല്ല വിറപ്പിക്കാതെ നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൽ സൗബിന് ലോകേഷ് ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയും സൗബിന്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്. പുള്ളി അത് നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സീൻസൊക്കെ സൗബിനോടും നമുക്ക് ദേഷ്യം വരുന്ന ഒരു സീനുണ്ട്. പിന്നെ സൗബിന്റെ ഫിയാൻസി അല്ലെങ്കിൽ ലവറായിട്ട് ഇതിലൊരു പെണ്ണ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ പെണ്ണ് വെറുപ്പിച്ചെന്ന് വേണം പറയാൻ. മാസം എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കുറച്ച് കാണിച്ചു കൂട്ടി, അത് മറ്റേ ഏജന്റ് ടീന ടൈപ്പ് പോലെ എടുത്തു വെക്കാനാണ് വിചാരിച്ചത്. അത് കാണുമ്പോഴേ അറിയാം വച്ച് ചെയ്യുന്നത് പോലെ, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട്, അല്ലെങ്കിൽ നമുക്കത് തോന്നുന്നില്ല ഒരു ഇതായിട്ട്. പക്ഷെ എനിക്ക് ദേഷ്യം തോന്നി ആ ക്യാരക്ടറോട്, ക്യാരക്ടർ വൈസ്. പക്ഷെ എന്നാലും അതൊരു ഇമ്പാക്ട്ഫുൾ ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരുമാതിരി ഓവറാക്കി അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു ആ സിനിമയിൽ. പിന്നെ നാഗാർജുനയിൽ വരുമ്പം അമ്മാതിരി സ്വാഗാണ് അങ്ങേര് ഫങ്ക് മുടിയും വേണ്ടി കണ്ണൊക്കെ ഇങ്ങനെയൊക്കെ അമ്മാതിരി സാധനം അങ്ങേര്. പുള്ളിക്കാരനും ഒരു സൈമൻ എന്ന ക്യാരക്ടർ നല്ല ഒരു വില്ലൻ. വന്നതില് ഒരു ഉരുപ്പടി സാധനം എന്ന് പറയുന്നത് നാഗാർജുനയാണ്. ആൻഡ് ഞാൻ ഇപ്പോഴും പറയും, വന്നതിൽ ഉരുപ്പടി സാധനം എന്ന് പറയുന്നത് നാഗാർജുന മാത്രമാണ്. എന്റെ പെർസ്പെക്റ്റീവ് ആണ് പറയാം, നാഗാർജുന. സൗബിൻ ഓക്കെയാണ്, സൗബിൻ ഇനിയും ചാൻസുകൾ വരട്ടെ എന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് വന്നതിൽ ഏറ്റവും ഉരുപ്പടി എന്ന് പറയുന്നത് നാഗാർജുനയാണ്. നല്ല സീനുകളും കാര്യങ്ങളും ഉണ്ട്. ഒരു വില്ലൻ എന്ന് വെച്ചാൽ എപ്പോഴും ഇടിച്ച് എപ്പോഴും കാര്യങ്ങളൊക്കെ നല്ല പക്ക ഒരു വില്ലൻ, കൊള്ളാം, നല്ലൊരു വില്ലനിസം ഉണ്ടായിരുന്നു. ആൻഡ് സിനിമയിൽ വരുമ്പോ ഇതില് പിന്നെ രജനി ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു മൾട്ടി സ്റ്റാർ പടമാണ്. ഇപ്പൊ എല്ലാവർക്കും റോൾ കൊടുക്കണമെന്നുള്ള പോലെ സ്റ്റെൻഡിൽ കൂടെ ഉപേന്ദ്രയെ നടുക്ക് കയറ്റി, അങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ 2-3 ഇടി. ജയിലർ ടിപ്പിക്കൽ സീൻസ് ഒക്കെ ഇതിലും വരുന്നുണ്ട്. ക്ലൈമാക്സ് കാണാൻ ഞാൻ സ്പോയിലർ ആക്കുന്നില്ല, ക്ലൈമാക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും ജോക്കറായിട്ട് തോന്നിയത് ആമിർ ഖാനെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആ ക്ലൈമാക്സ് എന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടി കിട്ടുന്നില്ല. അനിരുദ്ധ ഒരു ബീജിയം പടച്ചു വിട്ട്, അത് ഏറെക്കുറെ റോളക്സ് ബീജിയം ടൈപ്പ് ഒക്കെ ഇരിക്കും, എന്നാൽ ഒരു ബീജിയം നല്ലതുപോലെ പടച്ചു വിടും. ആ ബീജിയമിൽ ആമിർ ഖാൻ വരുന്നു, ഓക്കെ, ഗെത്തായിട്ടുണ്ട്. അപ്പൊ ഒരു വില്ലനാണ് വരുന്നത്. ആമിർ ഖാൻ ഈസ് ഒരു വില്ലൻ. ആ വില്ലൻ വന്ന് ഹീറോന്റെ എന്താ ചെയ്യേണ്ടത്? തിരിച്ച് വില്ലനിസം കാണിക്കണം അല്ലേ? ഇപ്പം ഒരു വില്ലൻ നെടന്തയിൽ പോയിട്ട് എന്താ സുഖമാണോന്നാണോ ചോദിക്കുന്നത്? ഇല്ല, നീ പല ആൾക്കാരെയും കണ്ടിട്ട് കാണും, പക്ഷെ എന്നെ പോലെ അങ്ങനെയൊക്കെ ഒരു വില്ലനിസം പോയിട്ട്, അണ്ണാ നിങ്ങളെ കാണാതെ കുറെ വർഷങ്ങളായ എന്ന ടോക്കാണ് അവിടെ നടന്നത്. കൂലി യൂണിയൻ ലീഡർ നിങ്ങളെ പാത്ത് എവ്വളോ നാളാച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കണം. ഒരു വില്ലൻ പോയിട്ട് നെടന്തേലി ഒരു മാസ് അപ്പീൽ വന്നെങ്കിൽ അവിടെ കുറച്ചുകൂടെ കത്തിയെങ്കിൽ. കാരണം ഒന്നാതെ ആമിർ ഖാൻ വരുന്നു, അല്ലെങ്കിൽ ക്ലൈമാക്സിലാണ് വരും എന്നുള്ളത് എല്ലാവരും പ്രൊഡിക്ട് ചെയ്ത് സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞ് പാസ്സായി പോയതാണ്. അപ്പോഴേക്കും ഒരു മാസ് സീനൊക്കെ അടിച്ച് കയറ്റി അങ്ങനെ ഒന്ന് പൊലിപ്പിക്കാനുള്ളതിന് ചുമ്മാ അവിടെ പിന്നെ ആ സീന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, അവിടെ ഉള്ള എല്ലാവരെയും ഡൊമിനേറ്റ് ചെയ്താണ് രജനീകാന്ത് നിൽക്കുന്നത്. അപ്പോൾ ആ സീനിൽ നിങ്ങൾ മനസ്സിലാവും, ആ സിനിമ കാണുമ്പോൾ ആമിർ ഖാൻ ഉണ്ട്, ഉപേന്ദ്ര, എല്ലാവരും ആ ക്ലൈമാക്സ് സാധനങ്ങളിൽ വരും. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഞാൻ സ്പോയിലർ ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എല്ലാത്തിലും വന്ന് കാണും സ്പോയിലറൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ. ആൻഡ് ആ സിനിമയിലുണ്ട് എല്ലാവരുടെയും ചുമ്മാ ആമിർ ഖാനൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തും രജനീകാന്ത്. അതൊക്കെ ഇത്രയും വലിയൊരു വില്ലൻ. സൈമൻ പറയും, സൈമന്റെ അവരൊക്കെ പറയും ദാഹ വരുന്നുണ്ട്. ഇത്രയും വലിയ ബിൽഡപ്പ് കൊടുത്തിട്ട് രജനി വന്നിട്ട് നീ മാറിയില്ല, ഞാൻ നിന്റെ അച്ഛൻ്റെ സംസാരിക്കട്ടെന്ന്. ഇങ്ങനെയൊക്കെ ചുമ്മാ പോണ സീനൊക്കെയാണ് വന്നത്. ആൻഡ് പടം ഞാൻ പറയില്ല, ഞാൻ ഒരുപാടൊക്കെ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് പോയി കാണാതിരിക്കാനുള്ള ഒരു കാരണമാവുന്നോ അല്ല. ഞാൻ എന്റെ പേഴ്സണൽ ഫാക്ട് നിങ്ങളതിൽ പറയാണ്, എന്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ നിങ്ങളതിൽ പറയാണ്. സിനിമ ഓവറോൾ പറഞ്ഞ എനിക്ക് അനുഭവപ്പെട്ടത് ഒരു ബിലോ ആവറേജ് പടം തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല സിനിമ കിട്ടിയേക്കാം, ചിലപ്പോൾ അതിൽ നിന്ന് താഴെയുള്ള സിനിമ കിട്ടിയേക്കാം, ചിലപ്പോൾ ഞാൻ ഓവർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയ LCU കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ബട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, ലോകേഷിന്റെ
കരിയർ ബെസ്റ്റ് ഇന്റർവെല്ലില് ഈ സിനിമയിൽ വന്നിട്ടില്ല. ലോകേഷിന്റെ കരിയർ ബെസ്റ്റ് പടവും അല്ല കൂലി. ബട്ട് ടു ബി ഓണസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നു, മറ്റെല്ലാ പടങ്ങളെയും കാട്ടി ലോകേഷ് എല്ലാ കൊമേഴ്ഷ്യൽ ഡയറക്ടേഴ്സെയും പോലെ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ചെയ്തെടുത്ത ഒരു സിനിമയാണ് കൂലി. ലോകേഷിന്റെ പഴയ സിനിമയുടെ ഫിലിമോഗ്രഫിയും കൂലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതൊരു പ്രോപ്പർ തമിഴ് മസാല ഗുണ്ട് പടം. അതാണ് കാരണം ലോകേഷിന്റെ ഒരു ഫിലിമോഗ്രഫിയിലാണ് ഞാൻ പറയുന്നത്. പുള്ളിക്കാരന്റെ ഒരു ജോണറായിട്ട് ഇതിൽ വന്നില്ല. എനിക്ക് പലപ്പോഴും ഞാൻ ആലോചിച്ചു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എനിക്കത് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പം എനിക്ക് അത് പിടിയിട്ടില്ല. ഇന്റർവെല്ലൊക്കെ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചൊക്കെ ഇരുന്നു. നോക്കട്ടെ, ഒരു ചുമ്മാ ഇന്റർവെൽ. നമുക്ക് ഇന്റർവെല്ലിലെ പഞ്ച് എന്താണെന്ന് എല്ലാവർക്കും പ്രഡിക്റ്റബിൾ ആണ്. മുടിച്ചെല്ലാമ അതൊരുമാതിരി അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കാണുക. പക്ഷെ തിയേറ്ററിൽ എന്തായാലും കാണാനുള്ള വകുപ്പൊക്കെ ലോകി ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണത്തെ പണ്ണല് നേരവണ്ണം പണ്ണലായിട്ടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ നിങ്ങളെ കണ്ടിട്ട് താഴെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോ LCU ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളും കൂടെ പടം കണ്ടിട്ട് പറഞ്ഞതാ കേട്ടോ.